എന്തായാലും ഒരു കാര്യം ചെയ്യും, സംഗതി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പാട്ട് കേട്ടോ. അയ്യോ ഞാൻ പാടൂല, ഞാൻ പാടൂല. വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം. ഇപ്പം ആദ്യത്തെ ആചാരം തെറ്റിച്ചു, അതുകൊണ്ടാണ് ഇന്ന് വരെ പോവാത്ത രീതിയിൽ ഈ ഷോ കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഞാൻ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല ആരുടെ ആണോ? ആരുടെ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടാണ് ഈ ഷോയുടെ കളറേ മാറി വേറൊരു ലെവലിൽ പോകുന്നത്. അത് നമ്പർ 1 ആചാരം തെറ്റിച്ചു. രണ്ടാമത്തെ ആചാരം, പാട്ട് പാടിയിട്ടേ സീറ്റിൽ ഇരുത്താറുള്ളൂ. അത് ഇപ്പൊ തന്നെ പാടിക്കും. സീരിയസ് ആയിട്ട് പറയാണ്, എനിക്ക് പാടൂല, പാടിയേ പറ്റൂ. എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കാം, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അറിയാത്തല്ലേ പഠിക്കണ്ടേ. ഞാൻ സാറിന്റെ അടുത്ത് ആയതുകൊണ്ട് വേറെ ആരെങ്കിലും ഇവിടെ ഇരുന്നെങ്കിൽ ഞാൻ പാടിക്കൊടുത്തേ. വേണം, ഞാൻ പറയുമെന്നിരിക്കാം. ഇല്ല, അയ്യോ കയ്യും കാലം വിറയ്ക്കുന്നു എനിക്കിപ്പോ. ആണോ? പക്ഷേ ഈ എന്താണ് ചതയ നക്ഷത്രം മാറിയിട്ട് ഇപ്പൊ എന്താണ് അവിട്ടംകാരി ഇങ്ങനെ കൈ വിറയ്ക്കാറില്ലല്ലോ. കൈ വിറച്ചാൽ മാറ്റാനുള്ള സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ആര്യനാണ്. എനിക്ക് അറിയാത്ത പോലെ ആരാണല്ലോ എല്ലായിടത്തും കിട്ടും. ഒരു പാട്ട് പ്ലീസ്, ഒരു പാട്ട് പാടാറി. ഏത് പൊട്ടക്കഴുതിയ ഒരു പാട്ട് പാടും. അല്ല ഞാൻ അങ്ങനല്ലേ പറഞ്ഞേ. ഏത് കഴുത വിട്ടേ. സാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇവര് ഒക്കെ ഇരിക്കുകയല്ലേ, അവരെ മുന്നിൽ നിന്നാണെങ്കിൽ ഞാൻ പാടി കൊടുക്കും. പാടിക്കൂ, ഞാൻ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു സുഖമല്ലേ. എനിക്ക് സംഗതി ഒന്നും എനിക്കില്ല. സംഗതി എത്രണ്ണം വേണം? എനിക്ക് പാടാൻ അറിയില്ല. പാട്, ഞാൻ സംഗതി ഇട്ട് തരാം. പാട്, എന്നെ സപ്പോർട്ട് ചെയ്യോ? പിന്നെ പാടിക്കോ, കണ്ണടച്ചങ്ങ് പാടി. ഏത് പാട്ട് പാടേണ്ടത്? ഏത് പാട്ട് വേണേ, അറിയാവുന്ന പാട്ട്. കുടജാത്രയിൽ കുട ചൂടുമാം കുടമുല്ല പോലെ ഈ പ്രണയം തഴുകുന്നു മെല്ലെ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം തഴുകുന്നു മെല്ലെ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം. അയ്യോ വേണ്ട പ്ലീസ്, എനിക്ക് പേടിയെന്ന് ഒന്നും പറയരുത്. എനിക്ക് അറിഞ്ഞു കേട്ടോ. ഇത്രയും നാളായിട്ട് ഞാൻ പല റിയാലിറ്റി ഷോയിൽ ഇരുന്നിട്ടുണ്ട്, ഒത്തിരി പേര് പാടുന്ന കേട്ടിട്ടുണ്ട്. ഇതുപോലെ എന്നെ കളിയാക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തോളെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ സാർ നിർബന്ധിച്ചോണ്ട് പാടിയതാ, അല്ലെങ്കിൽ ഞാൻ പാടൂലായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് പാടുമെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ എല്ലാവരും ചിരിക്കുന്നു. ഇല്ല ചിരിക്കല്ല മോളെ, കരയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞില്ല ഞാൻ പാടൂല. ഇത് പാടിയാലേ എന്തെങ്കിലും പ്രണയമായിട്ട് വരുന്നവൻ വരെ പറയും. അതല്ല, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ പാട്ട് പഠിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനും കോസ്റ്റ്യൂമിന് അല്ല ഹെയർ സ്റ്റൈലിലെ ചേച്ചി പാടി കേൾപ്പിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇതുപോലെ പാടിയുമ്പോൾ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. എന്തോന്ന് മേക്കപ്പ്? നമ്മുടെ സോണിയാണ്. സോണി മറ്റേ സംഗീത കോളേജിൽ ഒരു 10-12 വർഷം അല്ലേ. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നി ഞാൻ പാടി ശരിയായില്ല എന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു എന്താ പറയുക 100% പോലും ശരിയായിട്ടില്ല എന്നറിയാം. പക്ഷെ എനിക്കിപ്പോൾ പാടാൻ പറ്റുന്നില്ല ഇവിടെ വന്നിരുന്നപ്പോൾ. ശരിക്കും സത്യം. സാരമില്ല, ഞങ്ങളിത് സഹിക്കുന്നു. ഞങ്ങളെന്നല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാവരും സഹിക്കുക.